ഹലോ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുത്തു തുടങ്ങാൻ. നാളെ മുതലാണ് കൺഫർമേഷൻ കൊടുത്തു തുടങ്ങേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സിലബസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി സിലബസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു 90% അടുത്ത് നിൽക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. പിന്നെ ചില പോർഷൻസ് ഇല്ല. അപ്പം കുറച്ചും കൂടെ ആ ഒരു നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സിലബസ് കുറച്ച് വാസ്റ്റായിരുന്നു. അതിൽ നിന്ന് ഒരു 90% സിമിലർ ആണ്, പക്ഷെ അത്ര ഡീറ്റെയിലിംഗ് ഇല്ലാതാണ് സിലബസ് വന്നിരിക്കുന്നത്. സോ നല്ലൊരു സിലബസാണ് നമ്മുടേത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇപ്പം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ്സസ് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജി ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. വേസ്റ്റ് വാട്ടറിലെ മൈക്രോബയോളജിയെ പറ്റിയിട്ടാണ്, അതായത് സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ പൈപ്പ് ലൈനിൽ കൂടെയൊക്കെ വളരെ ശുദ്ധമായ നല്ല പ്യുവർ വാട്ടർ കിട്ടുന്നുണ്ട്. അതെങ്ങനെ കിട്ടുന്നതാണ്? ഇത്രയും പ്യുവർ വാട്ടർ നമുക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാട്ടറിനെ, അതായത് കണ്ടാമിനേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ അതിൽ ഒത്തിരി പത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് കാണാം, അല്ലെങ്കിൽ മിനറൽ കണ്ടൻസ്, അങ്ങനത്തെ കുറേ കെമിക്കൽസൊക്കെ ഉണ്ടായിരിക്കാം. ഇതിനെ എല്ലാം റിമൂവ് ചെയ്ത് പ്യുവറസ്റ്റ് ഫോമിൽ നമുക്ക് ആ ഒരു കിട്ടുന്നുണ്ടല്ലോ, ആ ഒരു പ്രോസസ്സിനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് ഓർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. വേസ്റ്റ് വാട്ടറിനെ പ്യുവർ വാട്ടറായിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. യൂഷ്വലി നമ്മൾ ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സീവേജ് ഫ്രം ഹൗസിൽ നിന്നുള്ള ഹൗസ് ഹോൾഡ് വേസ്റ്റ് വാട്ടർ ഉണ്ടായിരിക്കാം. ഇപ്പം സെപ്റ്റിക്ക്, പിന്നെ കിച്ചൺ വേസ്റ്റ്, അങ്ങനത്തെയൊക്കെ കുറേ വേസ്റ്റ് വാട്ടർ കാണും. പിന്നെ ഉള്ളത് എന്താ? ഈ കൊമേഴ്ഷ്യൽ ഉണ്ടായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഇപ്പം വലിയ റിസർച്ച് സെൻറ്റേഴ്സൊക്കെ കാണും, അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വിടുന്ന വാട്ടർ കാണും. അതല്ലെങ്കിൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഇൻ ദ സെൻസ് ബിസിനസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസൊക്കെ കാണും, അവിടെ നിന്നൊക്കെ പുറന്തള്ളുന്ന വാട്ടർ വരും. എഫ്ലുവൻസ് ഫ്രം ഇൻഡസ്ട്രീസ്. പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ വേസ്റ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റോക്ക് ഫാമിങ്ങിലൊക്കെ ഈ നമ്മളിപ്പം എന്താ പക്ഷികളെയൊക്കെ വളർത്തുക, അങ്ങനത്തെയൊക്കെ കുറേ ഇതുണ്ടല്ലോ, പോൾട്രി, അങ്ങനത്തെ ഡെയറി, പോൾട്രി, അങ്ങനെയുള്ള ഫാമിങ്ങിൻ്റെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ, അവരുടെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അഗ്രികൾച്ചറൽ വേസ്റ്റ് വാട്ടറിലാണ് ഈ പോൾട്രിയും ഡെയറിയൊക്കെ വരുന്നത്. അതൊക്കെ ഇതെല്ലാം കൂടിയാണ് നമ്മൾ കോമൺ ആയിട്ട് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. സോ ഈ എല്ലാ വേസ്റ്റ് വാട്ടറിനെയും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല സ്റ്റെപ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താണ് പ്യുവർ ഫോമിലോട്ട് എത്തിക്കുന്നത്. നമ്മളിങ്ങനെ എന്തിനു വേണ്ടിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ടു റെഡ്യൂസ് ഓർഗാനിക് കണ്ടൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ, റിഡക്ഷൻ ഓഫ് BOD. ഓർഗാനിക് കണ്ടൻറ്റ് കുറയ്ക്കുക, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയ്ക്കുക, BOD കുറയ്ക്കുക, വാട്ടറിലെ BOD ലെവൽ കുറയ്ക്കാൻ വേണ്ടി. റിമൂവൽ ഓർ റിഡക്ഷൻ ഓഫ് ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി. നൈട്രജൻ, ഫോസ്ഫറസ് പോലെയുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ യൂട്രോഫിക്കേഷൻ പോലത്തെ പ്രോസസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ന്യൂട്രിയൻസിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കുക. റിമൂവൽ ഓർ ഇനാക്ടിവേഷൻ ഓഫ് പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പാരസൈറ്റ്സ്. ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസിനെയൊക്കെ റിമൂവ് ചെയ്യുക. ദെൻ റിമൂവൽ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ്, ഈ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെയൊക്കെ റിമൂവൽ. സോ ഇപ്പോൾ 4 ഒബ്ജക്റ്റീവ്സാണ് നമുക്കുള്ളത്. ടു റെഡ്യൂസ് BOD ലെവൽ, റിമൂവൽ ഓഫ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ്, റിമൂവൽ ഓഫ് പത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്, റിമൂവൽ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്. സോ ഈ വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തി നല്ല പ്യുവർ വാട്ടറായിട്ടുള്ള പോർട്ടബിൾ വാട്ടറാക്കി മാറ്റും, കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി മാറ്റും. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ ബേസിക്കലി നമ്മൾ പല സ്റ്റെപ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, ദെൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്, ദെൻ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയാണത് പോകുന്നത്. പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. സോ ഈ പ്രിലിമിനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം വെള്ളത്തിലുള്ള നമ്മളൊരു കുറച്ച് വെള്ളം എടുത്താൽ അതിനകത്ത് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ഇപ്പം തടി കഷ്ണങ്ങൾ, കല്ലുകൾ, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് ഫിസിക്കലി റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള വേസ്റ്റ് ഡെബ്രിസസ്, ലാർജ് ഒബ്ജക്ട്സിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്.
ആ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന വലിയ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരിക്കും. നമുക്ക് റിമൂവ് ചെയ്ത് ഇപ്പം അരിച്ച് മാറ്റാനൊക്കെ പറ്റുന്ന സാധനങ്ങളില്ലേ, അങ്ങനെയുള്ളവരെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്. ദെൻ നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിലും കുറച്ചും കൂടെ അതിലും ഈ ഒരു പ്രിലിമിനറിയിൽ നമ്മൾ റിമൂവ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കുറഞ്ഞ കുറേ സെഡിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സോയിലൊക്കെ പോലത്തെ അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ദെൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ട്രിക്ലിംഗ് ഫിൽറ്റർ, ഓക്സിഡേഷൻ, പോൺസ് ഓർ ലെഗൂൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം എന്തെങ്കിലുമൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു BOD ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ്. ദെൻ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഈ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ്. ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമുക്കെന്ത് പറയാം, ഇപ്പം ഡിസിൻഫെക്ഷൻ, അതായത് നമ്മൾ ഈ ക്ലോറിനേഷൻ എന്ന് കേട്ടിട്ടില്ലേ? വെള്ളം ഇപ്പം നമ്മൾ പൈപ്പ് ലൈനൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് പറയും ഇപ്പോൾ ക്ലോറിനേഷൻ ഡേ ആണ്, ഇന്ന് വെള്ളം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ആ ക്ലോറിനേഷൻ പോലത്തെ ഡിസിൻഫെക്ഷൻ, റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പാരസൈറ്റ്സ്. ഈ ഡിസിൻഫെക്ഷൻ ഓർ റിമൂവൽ, ഒന്നുകിൽ ഡിസിൻഫെക്റ്റ് ചെയ്ത് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസത്തിനെ ആ ഒരു റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിൽ തന്നെ നമ്മൾ ടോക്സിക് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഫൈനലി ഈ ഒരു ടെർഷ്യറി ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് BOD ലെവലൊക്കെ നല്ല പോലെ കുറഞ്ഞ് ഇതൊരു പോർട്ടബിൾ വാട്ടറിലോട്ട് എത്തും. ദെൻ ഫൈനൽ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് സ്ലഡ്ജിൻ്റെ ഡിസ്പോസലാണ്. സ്ലഡ്ജ് ഡിസ്പോസ് ചെയ്ത് കളയുക. നമ്മുടെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിലുമൊക്കെ ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബേസിക്കലി ഇപ്പം ലാൻഡ് ഫില്ലിലൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആ വേസ്റ്റ് മെറ്റീരിയലിൻ്റെ ഡിസ്പോസലാണ് ഫൈനൽ സ്റ്റെപ്പ്. സോ ബേസിക്കലി വാട്ടർ ട്രീറ്റ്മെൻറ്റ് വരുന്നത് പ്രിലിമിനറി, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ വലിയ ഒബ്ജക്റ്റീവ്സിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ട്രാഷ്, ട്രീ ലിംസ്, ലീവ്സ്, ബ്രാഞ്ചസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ റിമൂവ് ചെയ്യുന്നത്. ഗ്രിറ്റ് അല്ലെങ്കിൽ ബാർ ചേമ്പറിലൂടെയൊക്കെ ഇതിനെ ഇങ്ങനെ നമ്മൾ കടത്തിവിടും. സോ എന്നിട്ട് ഇങ്ങനെ അരിച്ചു മാറ്റത്തില്ല, അതേപോലെ റിമൂവ് ചെയ്യുവാണ്. ദേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ബാർ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടി ഈ വാട്ടറിനെ കടത്തിവിടുമ്പോൾ ഈ വാട്ടർ ഈ ഒരു സ്ക്രീനിൽ കൂടെ പാസ് ചെയ്ത് അപ്പുറത്തെത്തുമ്പോൾ ലാർജ് ഒബ്ജക്ട്സ് ഒക്കെ നമുക്കിവിടെ നോക്കിയാൽ കാണാം. ലാർജ് ഒബ്ജക്ട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ തടഞ്ഞു നിൽക്കും. ഗ്രിറ്റ് ചേമ്പർ എന്ന് പറയുമ്പോൾ ഈ വേസ്റ്റ് വാട്ടർ ഉണ്ടല്ലോ, അത് ഈ ഒരു ചേമ്പറിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് കുറേ സോയിൽ, സ്റ്റോണ്, പിന്നെ ചെറിയ ചെറിയ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ കാണും. ഇതൊക്കെ ഈ ഒരു ഗ്രിറ്റ് ചേമ്പറിൽ റിമൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത്രയും പോർഷനിൽ ഈ ഒരു വാട്ടറിൻ്റെ ഇത്രയും ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ആ വാട്ടർ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വരുന്ന സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഇപ്പം സ്റ്റോണൊക്കെ കാണും, കല്ലും മണ്ണും ഒക്കെ, അതൊക്കെ പിന്നീട് ലാൻഡ് ഫില്ലിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഈ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് സെറ്റിലിംഗ് ടാങ്ക് മെത്തേഡ്. ഇതിനെ നമ്മൾ പ്രീ സെറ്റിലിംഗ് ബേസിൻസ് എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു വലിയൊരു ടാങ്കാണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ പ്രീ സെറ്റിലിംഗ് ബേസിൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. അതേപോലെ ഈ മെത്തേഡിനെ സെഡിമെൻറ്റേഷൻ മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. വാട്ടറിലുള്ള ഈ ഒരു ഓയിൽ കണ്ടൻറ്റിൻ്റെയൊക്കെ റിമൂവലാണ് ഈ ഒരു സെറ്റിലിംഗ് ടാങ്ക് മെത്തേഡ് വഴി നടത്തുന്നത്. ഗ്രീസ്, ഓയിലൊക്കെ കാണും ഈ ഒരു വാട്ടറിൻ്റെ സർഫസിൽ, അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിതേ ഇവിടെ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ദേ ഈ ഒരു ടാങ്കിൽ നമ്മൾ ആ ഒരു എഫ്ലുവൻറ്റ് നമ്മുടെ സീവേജ് വാട്ടർ ഫില്ല് ചെയ്ത് കഴിയുമ്പം ഇതിനകത്തുള്ള കുറേ സോളിഡ് സബ്സ്റ്റൻസ് ഒക്കെ താഴെ
കുറേ എണ്ണം സെറ്റിൽ ചെയ്യും. ഈ സെറ്റിൽ ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ താഴെ ഒരു ഔട്ട്ലെറ്റ് കാണാം, സോളിഡ് ഔട്ട്ലെറ്റ്. ഈ സോളിഡ് ഔട്ട്ലെറ്റ് വഴി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു എഫ്ലുവൻ്റ് ഉണ്ടല്ലോ, ആ എഫ്ലുവൻറ്റിനെ, ആ ഒരു ലിക്വിഡ് എഫ്ലുവൻറ്റിനെ ഒരു മുകളിലുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരു എഫ്ലുവൻ്റ് ഔട്ട്ലെറ്റ്, അതുവഴി കളക്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഈസ് ഫ്ലോ ഈക്വലൈസേഷൻ ബേസിൻസ്. The strength and content of wastewater may vary at different times, but secondary treatment will be more efficient under uniform flow conditions. ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ഇപ്പം നമ്മൾ സെറ്റിലിംഗ് ചേമ്പറിലൊക്കെ വെച്ച് ആ ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് ക്ലിയർ ചെയ്ത് എടുത്ത വാട്ടർ ഉണ്ടല്ലോ, അതിനെ കുറച്ച് നാളത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണം. അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ ഒരു ആ ഒരു വാട്ടർ ഉണ്ടല്ലോ അതിനെ ഒന്ന് പ്ലേസ് ചെയ്ത് അതിനെ ഒന്ന് കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബേസിനാണ്, അതിനെയാണ്, വലിയ ടാങ്കാണ്, അതിനെയാണ് നമ്മൾ ഫ്ലോ ഈക്വലൈസേഷൻ ചേമ്പർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ടെമ്പററി ഹോൾഡിംഗ് എന്ന് നമുക്കതിനെ പറയാം. താൽക്കാലികമായിട്ട് ഈ ഒരു വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ് ഫ്ലോ ഈക്വലൈസേഷൻ ബേസിൻസ്. ദെൻ നെക്സ്റ്റ് ഈസ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻലി ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എയ്റോബിക് ട്രീറ്റ്മെൻറ്റ് എന്നും എനൈറോബിക് ട്രീറ്റ്മെൻറ്റ് എന്നും. അതല്ലെങ്കിൽ ഫിക്സഡ് ഫിലിം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം. ഒന്നുകിൽ ഫിക്സഡ് ഫിലിം എന്ന് അല്ലെങ്കിൽ സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം എന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയും. ഈ ഫിക്സഡ് ഫിലിം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫിക്സഡ് ആ വാക്കിൽ തന്നെ ഉണ്ട്, എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അതായത് ഇപ്പം മൈക്രോബ്സ് അറ്റാച്ച് ചെയ്ത് കോളനൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തോ വിളിക്കുന്നത്? ബയോഫിലിം എന്നാണ് വിളിക്കുന്നത് അല്ലേ? ആ ഒരു പത്തോജനിക് മൈക്രോ ഓർഗാനിസം ഒരു ഫിലിം ഫോം ചെയ്യും, എന്നിട്ട് ഫോം ചെയ്ത് അവിടെ ഗ്രോ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ബയോഫിലിം എന്ന്. ഓക്കെ, ബയോഫിലിം എന്ന്. ആ ബയോഫിലിംസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിനെയാണ് ഫിക്സഡ് ഫിലിം എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് ഫിലിം യൂഷ്വലി യൂസ് ചെയ്യുന്നത് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിലും റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടറിലുമാണ്. മെയിൻലി നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരെണ്ണമാണ് ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഏത് ടൈപ്പ് ഗ്രോത്ത് സിസ്റ്റമാണ്, ഫിക്സഡ് ഫിലിം ആണോ സസ്പെൻഡഡ് ആണോ എന്ന് ഓർത്തിരിക്കുക. ട്രിക്ലിംഗ് ഫിൽറ്ററിൽ ഫിക്സഡ് ഫിലിം ആണ്. ഇതിന് മുമ്പ് ഏതോ ഒരു എക്സാമിൽ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നെക്സ്റ്റ് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം. സസ്പെൻഡഡ് എന്ന് പറയുമ്പം എവിടെയും നമ്മുടെ ഇത് മൈക്രോബ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല, ഫ്രീലി മൂവ് ചെയ്യുന്നതിനെയാണ്. അതായത് ആ ഒരു സീവേജിൽ തന്നെ മൈക്രോബ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം. അതിന് എക്സാമ്പിൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. അതിന് എക്സാമ്പിൾ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ മറ്റൊരു പേരാണ് ഫിൽറ്റർ ബെഡ്സ് ഓർ ഓക്സിഡൈസിങ് ബെഡ്സ്. ഒന്നുകിൽ ഫിൽറ്റർ ബെഡ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ഓക്സിഡൈസിങ് ബെഡ്സ് എന്ന് വിളിക്കാം. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബെഡ് പോലെ ഒരു ചേമ്പർ ആയിരിക്കും ഉള്ളത്. അതിനകത്ത് നിറച്ച് നമ്മുടെ ഈ ചാർക്കോള്, കോക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാർക്കോൾ ഉണ്ടല്ലോ, കാർബണൈസ്ഡ് കോള്, അത് നിറച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ലൈം സ്റ്റോൺസ് കാണും. അങ്ങനെ കുറേ മീഡിയയൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ബെഡ് പോലത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ഫിൽറ്റർ ബെഡ്സ് അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ബെഡ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഒരു ഇതിന് കൊടുത്തിരിക്കുന്ന ആ ഒരു മീഡിയ ഉണ്ടല്ലോ, അതിനൊരു വലിയ ലാർജ് സർഫസ് ഏരിയ ആണുള്ളത്. അതിനകത്ത് ഈ മീഡിയയുടെ മുകളിൽ ഒരു ഫിലിം പോലെ എന്ത് ഫോം ചെയ്യും? അറ്റാച്ച്ഡ് ഫിക്സഡ് ഗ്രോത്ത് ആണല്ലോ. സോ അപ്പോൾ അവിടെ എന്താ? ബയോഫിലിം ഫോം ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, താഴെ നിന്നൊരു ഇൻലെറ്റ് ഉണ്ട് എഫ്ലുവൻറ്റിൻ്റെ. ആ ഒരു ഇൻലെറ്റ് വഴി എഫ്ലുവൻറ്റ് ഇവിടെ പുറത്തുള്ള ഒരു അപ്പം ആ ഒരു ഇതിൽ വഴി ഈ ഒരു സ്പ്രിംഗ്ലേഴ്സ് എന്ന് പറയും, ഈ ഒരു സ്പ്രിംഗ്ലേഴ്സ് വഴി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു എഫ്ലുവൻസ് മുകളിൽ കൂടെ സ്പ്രേ ചെയ്തായിരിക്കും കൊടുക്കുന്നത്. സോ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന എഫ്ലുവൻറ്റ് ഈ ഒരു ബെഡ് ഉണ്ടല്ലോ, നമ്മുടെ കാർബണൈസ്ഡ് കോൾ ലൈം സ്റ്റോൺ ബെഡിൽ കൂടെ പാസ് ചെയ്ത് താഴെ എത്തും. അതായത് ഫിൽറ്റർ ചെയ്ത് താഴെ എത്തും. താഴെ എത്തിയ ഈ ഒരു നമ്മൾ ക്ലിയർ ചെയ്തെടുത്ത എഫ്ലുവൻ്റ് ഉണ്ടല്ലോ, അതിനെ പിന്നീട് ക്ലാരിഫയറിലോട്ട് കൊടുത്ത് ഒന്നും കൂടി ക്ലിയർ ആക്കി
എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ലിക്കർ ഈസ് ടിപ്പിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പെർഫറേറ്റഡ് സ്പ്രേ ആംസ്. അതായത് നേരത്തെ കാണിച്ച കണക്ക് ഒരു എഫ്ലുവൻറ്റ് അതുവഴി ആ ഒരു സ്പ്രേ ആംസ് വഴി സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. ദ ഡിസ്ട്രിബ്യൂട്ടർ ലിക്കർ ട്രിക്കിൾസ് ത്രൂ ദ ബെഡ് ആൻഡ് ഈസ് കളക്റ്റഡ് ഇൻ ഡ്രെയിൻസ് അറ്റ് ദ ബേസിലുള്ള ഡ്രെയിൻസിൽ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഡ്രെയിൻസിൻ്റെ അങ്ങോട്ട് തന്നെ നമ്മൾ കണ്ടായിരുന്നു ഒരു എയറിന് പാസ് ചെയ്യാനുള്ള ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എയർ കണ്ടോ, എയറേഷനും കൂടെ നടത്തിയിട്ടാണ് ഈ വാട്ടറിനെ പിന്നീട് ഇവിടെ രണ്ട് സൈഡിലും നോക്കിയാൽ അറിയാം എയറേഷൻ കൊടുക്കുന്നുണ്ട്. എയറും കൂടെ പാസ് ചെയ്തിട്ടാണ് പിന്നീട് ക്ലാരിഫയറിലോട്ട് വിടും. അവിടെ വെച്ചിട്ട് സ്ലഡ്ജിനെ റിമൂവ് ചെയ്യും. ദെൻ ഈ ട്രീറ്റഡ് വാട്ടർ പിന്നീട് നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ഡിസ്ക് ഓർ RBC, റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. ഓർത്തിരിക്കുക, RBCയുടെ ഫുൾ ഫോം റൊട്ടേറ്റിംഗ് ബയോളജിക്കൽ കോണ്ടാക്ടർ. അത് തന്നെയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ഡിസ്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീല് പോലത്തെ ഒരു ഡിസ്ക് കാണും. അതിന് കുറേ പാരലൽ ഷാഫ്റ്റൊക്കെ ഇതിനിങ്ങനെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു പാരലൽ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയയിൽ നമുക്ക് കണ്ടാലറിയാം മീഡിയ കാണും. ഈ ഡിസ്ക് പാനൽ മീഡിയ ഉണ്ടായിരിക്കും. ഈ മീഡിയ എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സോ ഈ മൈക്രോ ഓർഗാനിസം ഉണ്ടല്ലോ, ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസം അവിടെ ബാക്ടീരിയയും കാണും, വേറെ പല ബാക്ടീരിയ മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ ചില ടൈപ്പ് ഫംഗയൊക്കെ കാണും, ഫംഗസ് ഒക്കെ. അപ്പം എന്താണ് നമ്മുടെ ചില ബാക്ടീരിയയോ ഫംഗസോ ഒക്കെ ഉണ്ടായിരിക്കും. ഇവരെന്ത് ചെയ്യും, ചില മൈക്രോ ഓർഗാനിസംസ് കാണും. ഇവരെവിടെ ഇരുന്നിട്ട് ഈ ഒരു വരുന്ന എഫ്ലുവൻ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ്റിനുള്ള വാട്ടർ, അതിനകത്തുള്ള നമ്മുടെ സബ്സ്റ്റൻസിനെയൊക്കെ ഓർഗാനിക് പൊല്യൂട്ടൻസ് കാണുമല്ലോ, ആ ഓർഗാനിക് പൊല്യൂട്ടൻസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ജോലി. അതായത് ബേസിക്കലി ഇതിനകത്തുള്ള ആവശ്യമില്ലാത്ത സബ്സ്റ്റൻസിനെ ഇവർ റിമൂവ് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പം അത് ഇവരിവിടെ ഒരു ബയോഫിലിമൊക്കെ ഫോം ചെയ്യുന്നുണ്ട് ഈ മൈക്രോ ഓർഗാനിസംസ്, എന്നിട്ടാണ് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ ഇത് എന്തിലാണ് വരുന്നത്, നമ്മുടെ ട്രിക്ലിംഗ് ഫിൽട്ടർ പറഞ്ഞത് കണക്ക് തന്നെ ഫിക്സഡ് ഗ്രോത്ത് സിസ്റ്റത്തിലാണ് നമ്മൾ RBCയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് കഴിയുമ്പം ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം എന്ത് ചെയ്യും, നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസവും എല്ലാം കൂടി സ്ലഡ്ജായിട്ട് മാറി ഈ സ്ലഡ്ജിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, എയറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വാട്ടർ കാണും. ഓക്കെ, പിന്നെ ഇനി ഈ മൈക്രോ ഓർഗാനിസത്തിന് ഇവിടെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സപ്പോർട്ടിംഗ് മീഡിയം, അവർക്ക് ഫുഡും വേണം എയറും വേണം. ഇത് സപ്പോർട്ടിംഗ് മീഡിയമാണ് എന്ത് കൊടുക്കുന്നത്, ന്യൂട്രിയൻസ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ എയർ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇതിങ്ങനെ ഈ ഒരു വീല് പോലല്ല, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോർഷൻ വാട്ടറിലോട്ട് പോകുമ്പോൾ അടുത്ത പോർഷൻ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് വരും. സോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എയറേഷനും ഈ ഒരു പ്രോസസ്സ് വഴി നടക്കുന്നുണ്ടായിരിക്കും. ദെൻ ഫൈനലി നമ്മുടെ ഈ ഒരു വാട്ടർ എങ്ങോട്ട് പോകും, ക്ലാരിഫയറിലോട്ട് പോകും. അവിടുന്ന് ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടർ. കാണാൻ ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. ബയോ റിയാക്ടർ തന്നെയാണ്. ഇതിലും എന്താണ് നമ്മുടെ ഈ ഒരു വേസ്റ്റ് സീവേജ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് എയറോബിക് കണ്ടീഷനിലും എനേറോബിക് കണ്ടീഷനിലും ഉണ്ട്. എയറോബിക് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇവിടെ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം, ഒരു ബയോ റിയാക്ടറാണിത്. ഇതിനകത്ത് സോളിഡ്സ് പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൽ കൂടെ ഈ സോളിഡ് സബ്സ്റ്റൻസിൽ കൂടി, ഈ സോളിഡ്സ് ആണ് ശരിക്കും ഒരു ഫ്ലൂയിഡായിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഗ്യാസ് മോളിക്യൂൾസ്, അത് ഗ്യാസ് ബബിൾസ് കാണും. സോ ഇതിൽ കൂടെ നമ്മുടെ വാട്ടർ പാസ് ചെയ്യുന്നു. സോ ഒരു ബയോ റിയാക്ടറിൻ്റെ ഒരു സ്ട്രക്ചറാണ്, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. സോ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് ഇനി എനേറോബിക് കണ്ടീഷനിലും ഓർത്തിരിക്കുക, നമുക്ക് ഈ ഒരു ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടേഴ്സ് എയറോബിക് കണ്ടീഷനിലും എനേറോബിക് കണ്ടീഷൻസിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് നമ്മൾ എയർ അല്ലെങ്കിൽ ഓക്സിജൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഇൻലെറ്റ് ഉണ്ടെങ്കിലാണ് അത് എയറോബിക് കണ്ടീഷനിൽ വരുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് കറക്റ്റായിട്ട് എനേറോബിക്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് റിയാക്ടറാണ്, ഒരു ടൈപ്പ് ബയോ റിയാക്ടറാണ് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടർ. നെക്സ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. അതേപോലെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഓർത്തതാണ്, നമുക്ക് ഈ മെമ്പറൈൻ ബയോ റിയാക്ടേഴ്സ് ഉണ്ട്, MBR. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, മെമ്പറൈൻ ബയോ റിയാക്ടേഴ്സ് ഉണ്ട്, MBR ഉണ്ട്. ഈ MBR എന്ന് പറയുന്നത് മെമ്പറൈൻ ഫിൽട്രേഷനും ചെയ്യുന്നുണ്ട് സീവേജ് വാട്ടറിനെ. അതേപോലെ ബയോ റിയാക്ടറും ഉണ്ട്. ഈ ബയോ റിയാക്ടറിൽ എന്തുണ്ടായിരിക്കും, അത് നമ്മുടെ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് റിയാക്ടേഴ്സിൽ ഈ സോളിഡ്സിൽ ബയോഫിലിം കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ ബയോ റിയാക്ടറിൽ ഏതെങ്കിലും മൈക്രോ ഓർഗാനിസം കാണും. അത് അതിൻ്റെ ജോലി ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസിന് ഇമ്പ്യൂരിറ്റിയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കളയും.
ഇതിന് ശേഷം ഒരു വലിയ മെമ്പറൈൻ ഫിൽട്ടർ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ബയോ റിയാക്ടറിൽ നിന്ന് വരുന്ന വാട്ടറിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു സീവേജ് സ്ലഡ്ജിനെ യൂസ് ചെയ്തുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിനെ എയറോബിക്കലി ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിന് ശേഷം സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമല്ലോ. പ്രിലിമിനറി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്ലഡ്ജ് ഉണ്ടായിരിക്കും ഇതിനകത്ത്. ഈ സ്ലഡ്ജിനെ യൂസ് ചെയ്തുകൊണ്ട്, ഇനോക്കുലമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ വീണ്ടും ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കും വാട്ടറിലേക്ക്. ഇവിടെ എന്താണ്, മൈക്രോ ഓർഗാനിസംസ് വന്നിട്ട് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് കൊടുത്തിരിക്കുന്നത് സോഗ്ലിയ റാമിജറയുടെ ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇമേജ് കൊടുക്കാൻ കാരണം നമ്മളതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ മെയിൻലി ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ യൂസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് സോഗ്ലിയ റാമിജറയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സോഗ്ലിയ റാമിജറയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സോഗ്ലിയ റാമിജറ മാത്രമല്ല, ഒത്തിരി മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി എമൗണ്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, സ്ലഡ്ജ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആൾ മാത്രമാണ് സോഗ്ലിയ. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ ഒത്തിരി പത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയകൾ കാണും. ബാക്ടീരിയൽ ഡിസീസൊക്കെ കോസ് ചെയ്യുന്ന പത്തോജനിക് ബാക്ടീരിയ കാണും. ഇവരെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോസോവകളെയാണ്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് റോട്ടിഫേഴ്സ് എന്ന് വിളിക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റോട്ടിഫേഴ്സ്. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാട്ടർ സിസ്റ്റത്തിലെ ബാക്ടീരിയയെ റിമൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്ലോക്സ് ഫോം ചെയ്യുന്നുണ്ട്. ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കട്ടകളുണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫ്ലോക്സ് ഫോം ചെയ്യുന്നത്. നമ്മുടെ വേസ്റ്റ് വാട്ടറിലൊക്കെ അഴുക്കൊക്കെ ഇങ്ങനെ അഗ്രിഗേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഫ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫ്ലോക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഫ്ലോക്സിൽ മൈക്രോ ഓർഗാനിസവും ഇൻവോൾവ് ആണ്, ഒരു കമ്പോണൻറ്റ് മൈക്രോ ഓർഗാനിസമാണ്. സോ ഇങ്ങനെയുള്ള ഈ ഫ്ലോക്സ് ഒക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ റോട്ടിഫേഴ്സ്. പിന്നീട് നമ്മൾ ഈ റോട്ടിഫേഴ്സിനെ ഒരു ഇൻഡിക്കേറ്റർ ഓർഗാനിസമായിട്ട് പറയുന്നുണ്ട്. ഒരു പ്യുവർ വാട്ടർ, അത്യാവശ്യം നല്ല വാട്ടറാണ്, ഒരു ഫ്രഷ് വാട്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗാനിസമായിട്ട് ഇവരെ പറയുന്നുണ്ട്. കാരണം ഈ നമ്മുടെ റോട്ടിഫേഴ്സ് ഗ്രോ ചെയ്യുന്ന വാട്ടറിൻ്റെ BOD ലെവൽ ലോ ആയിരിക്കും. അതുപോലെ അത് ലെസ് ടോക്സിക് ആയിരിക്കും. പിന്നെ ഏകദേശം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ സിസ്റ്റംസിലൊക്കെ ആയിരിക്കും. ഹൈലി പൊല്യൂട്ടഡ് ആയി ഭയങ്കര കണ്ടാമിനേറ്റഡ് ആയ ഒരു സിസ്റ്റത്തിൽ ഒരിക്കലും നമ്മുടെ റോട്ടിഫേഴ്സ് കാണത്തില്ല. സോ ഇവരെ നമുക്കൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫ്ലോക്സ് ഫോം ചെയ്ത ഫ്ലോക്സിനെ നമുക്ക് ഏതെങ്കിലും സെറ്റിലിംഗ് മെത്തേഡ്സൊക്കെ വഴി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ ഫ്ലോക്സിനെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ ഇപ്പോൾ റോട്ടിഫേഴ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓർത്തിരിക്കണം. റോട്ടിഫേഴ്സ് ആ വേർഡ് ഓർത്തിരുന്നോണം. ഇനി മോസ്റ്റ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോസോവൽ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് വോട്ടിസെല്ല അറ്റാച്ച്ഡ് ഫ്ലോക്സ്. അതായത് വോട്ടിസെല്ല എന്ന് പറയുന്ന ഓർഗാനിസം പ്രോട്ടോസോവ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫ്ലോക്സ് ഉണ്ടല്ലോ, അവർ കുറേ ബാക്ടീരിയ ഇവരുടെ ഈ ഒരു കെണിയിൽ ഈ ഫ്ലോക്ക് ഫോം ചെയ്യാനുള്ള കഴിവിൽ പെടുത്തിയിടും. അതായത് അവരെ കില്ല് ചെയ്ത് ഇതിനകത്തോട്ടാക്കും. ഈ ഫ്ലോക്സിനകത്തായിട്ട് പിന്നെ ഇത് സസ്പെൻഡ് ചെയ്ത് പൊങ്ങി വരും. ഇതാണ് സംഭവം. അപ്പം ബാക്ടീരിയ ഇത് ചെയ്യുന്നുണ്ട്, ഫ്ലോക്സ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടും ഇവരെ പറയാം. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്ക് കാണാം. രണ്ട് സിസ്റ്റമായിട്ടാണ് ഇവരുള്ളത്. ഒന്ന് ഫസ്റ്റ് സ്ലഡ്ജ് ടാങ്കും ദെൻ സെഡിമെൻറ്റേഷൻ ടാങ്കും ആണുള്ളത്. ഫസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്കിൽ ഈ പ്രോസസ്സൊക്കെ നടക്കും. എയറേഷൻ ഉണ്ട് അവിടുന്ന് നേരെ ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ഒരു സീവേജ് വാട്ടർ ഫൈനൽ സെഡിമെൻറ്റേഷൻ ടാങ്കിലോട്ട് എത്തും. അവിടെ കാണുന്ന ഔട്ട്ലെറ്റിൽ കൂടെ വാട്ടർ പുറത്തേക്ക് പോകും. ഇവിടെ നമ്മുടെ സെറ്റിലായി സെഡിമെൻ്റ് ആകുന്ന ഒരു സ്ലഡ്ജ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ആ സ്ലഡ്ജ് വീണ്ടും റിട്ടേൺ അടിച്ച് അങ്ങോട്ട് വരും. നമ്മുടെ ഫസ്റ്റ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടാങ്കിലോട്ട് എത്തുന്നു. ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ഇപ്പം ഒരു ഇനോക്കുലം എന്ന രീതിക്ക് വളരെ കുറച്ച് സ്ലഡ്ജ് മാത്രമേ നമ്മുടെ ഫസ്റ്റ് ടാങ്കിലോട്ട് പോകത്തുള്ളൂ. ബാക്കി മുഴുവൻ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പോകുമായിരിക്കും. ഒന്നുകിൽ ലാൻഡ് ഫിൽസിലോട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിക്ക് പോകും, അല്ലെങ്കിൽ എനൈറോബിക് ഡൈജഷന് വേണ്ടിയിട്ട് പോകും. എനൈറോബിക് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതാണ്.
ഇങ്ങനെ ഈ ഒരു നമ്മൾ ഈ സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞില്ല, സെഡിമെൻറ്റേഷൻ ടാങ്കിൽ സെറ്റിലിംഗ് നടക്കുമെന്ന്. പക്ഷേ ചില സമയത്ത് ഈ സെറ്റിലിംഗ് അത്ര പ്രോപ്പറായിട്ട് നടക്കത്തില്ല. അത് നടക്കാത്തതിൻ്റെ കാരണം ബൾക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സീവേജിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അതിൽ കുറേ ഫിലമെൻറ്റസ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്പീറോട്ടില്ലസ്, ബെഗ്യട്ടോവ, ത്രയോത്രിക്സ്, ഇവരൊക്കെ നല്ല ഫിലമെൻറ്റ് ഫോമിംഗ് ആണ്. സോ ഇങ്ങനെയുള്ള ഇവരും ഈ ബാക്ടീരിയയും പിന്നെ അതല്ലാതെ ഫംഗസ് ഉണ്ട്. ജിയോട്രിക്കോം, സെഫലോസ്പോറിയോ ഒക്കെ പോലത്തെ, ക്ലാഡോസ്പോറിയോ ഒക്കെ പോലത്തെ കുറേ ഫംഗസ് ഉണ്ട്. ഇവരൊക്കെ ഫിലമെൻറ്റ്സ് ഫോം ചെയ്യുന്നതാണ്. സോ ഇവരെല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരു വലിയ ബൾക്ക് ഫോർമേഷൻ അവിടെ നടക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെറ്റിലിംഗ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കും. ഇങ്ങനെ സെറ്റിലിംഗ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബൾക്കിങ്ങിൻ്റെ മെയിൻ കാരണം എന്തായിരിക്കും? ഈ ഫിലമെൻറ്റസ് ആയിട്ടുള്ള ബാക്ടീരിയയും ഉണ്ട്, കൂടാതെ ആ ഒരു വാട്ടറിലുള്ള ഹൈ ന്യൂട്രിയൻ ലെവൽ അല്ലെങ്കിൽ ഹൈ കാർബൺ നൈട്രജൻ റേഷ്യോ ഓർ കാർബൺ ഫോസ്ഫറസ് റേഷ്യോ ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ബൾക്കിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടന്നിട്ട് പ്രോപ്പർ സെറ്റിലിംഗ് നടക്കാതിരിക്കും. നെക്സ്റ്റ് ഓക്സിഡേഷൻ പോൺസ് ആണ് വരുന്നത്. ഓക്സിഡേഷൻ പോൺസിൽ നമുക്കറിയാം ഏറ്റവും വലിയ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോൺസ് ഉണ്ടല്ലോ, ലെഗൂൺസ് ആണ്. അവിടെ ഓക്സിഡേഷൻ പോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ലെഗൂൺസ് എന്ന് പറയും. ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറേ സമയം എടുത്ത് വെള്ളത്തെ ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഈ ഓക്സിഡേഷൻ ലെഗൂൺസിൽ നടക്കുന്നത്. ഓക്സിജൻ ഡിഫ്യൂസർ സ്ലോലി, ഫോട്ടോസിന്തറ്റിക് ആൽഗെ ഓക്സിജനെ മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ബയോമാസ് സെറ്റ്. അതായത് വളരെ കാലം, കുറച്ച് പീരീഡ് ഓഫ് ടൈം എടുത്ത് വെള്ളം അതിനകത്ത് ശുദ്ധമായി, അതായത് അതിനകത്ത് നമ്മുടെ ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് അത് ഓക്കെ ആക്കി വരുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ പോൺസ് എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ പോൺസിൽ ഇപ്പം നമ്മൾ ട്രീറ്റ് ചെയ്തെടുത്ത വാട്ടറിനെ പിന്നീട് നമ്മൾ ഫിൽട്രേഷൻ പോൺസിലോട്ട് മാറ്റും. ഈ ഫിൽട്രേഷൻ പോൺസിൽ നിന്നാണ് നമ്മുടെ മണ്ണിലോട്ട് ഈ ഒരു വാട്ടറിനെ വിടുന്നത്. അതായത് ഇതിനെ പെട്ടെന്ന് മണ്ണിലോട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യും. അതായത് നല്ല ശുദ്ധീകരിച്ചെടുത്ത വെള്ളമായിട്ട് ഇതിനെ ഏതെങ്കിലും ഇപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പം അഗ്രികൾച്ചർ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ സാൻഡ് ലെയേഴ്സിലോട്ട് കൊടുക്കും. അല്ലേ, പിന്നെ ഈ ഭൂഗർഭജലത്തിൻ്റെ ജലം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം കുഴൽക്കിണറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അറിയായിരിക്കും. കുഴൽക്കിണറിലെ വെള്ളം ചീത്തയായിട്ട് ചില സമയത്ത് ഭയങ്കര മോശമായിട്ടൊക്കെ സീവേജിൻ്റെ കണ്ടാമിനേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കേസിൽ ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഭൂഗർഭജലത്തിൽ ആയിട്ട് ഈ ഒരു നമ്മൾ ട്രീറ്റ് ചെയ്ത ഓക്സിഡേഷൻ പോൺസിലൊക്കെ ട്രീറ്റ് ചെയ്ത വാട്ടർ നമുക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള മെത്തേഡ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പം ഒരു ലോ കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്, പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടാണ്. ലോങ് റിട്ടൻഷൻ ടൈമാണ് ഇതിനുള്ളത്. ഇനി നമ്മൾ കറക്റ്റായിട്ടൊക്കെ എല്ലാം ചെയ്താലും ചില സമയത്ത് നമ്മുടെ ക്ലൈമറ്റിൽ വരുന്ന മാറ്റം കാരണം, ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് കാരണം ഈ ഒരു പ്രോസസ്സ് ചിലപ്പോൾ സ്ലോ ആകാനും ചിലപ്പോൾ ഫാസ്റ്റ് ആകാനും ഒക്കെ സാധ്യതയുണ്ട്. സോ ക്ലൈമറ്റിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്താണ്, സീസണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു ഓക്സിഡേഷൻ ലെഗൂൺസ് സ്റ്റാൻഡ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കുവാണെങ്കിൽ സർഫസ് എയറേറ്റഡ് ബേസിൻസ് നമുക്ക് കാണാം, ലെഗൂൺസ് കാണാം. സർഫസിൽ പ്രോപ്പറായിട്ട് എയറേഷനൊക്കെ കൊടുത്തിട്ടുള്ള ലെഗൂൺസാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെന്തെങ്കിലും മോട്ടർ സിസ്റ്റം ഒക്കെ വഴിയായിരിക്കും പ്രോപ്പറായിട്ടുള്ള എയറേഷൻ നടത്തുന്നത്. സോ ഇതുവഴി എന്തുണ്ടാകും, ഇവിടെ മൈക്രോ ഓർഗാനിസംസ് കാണും, അവർ ലാർജ് വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കളയും. അതേപോലെ കുറച്ച് പ്രോപ്പർ എയറേഷനും പ്രോപ്പർ വർക്കിങ്ങുമായിട്ട് നടക്കുന്ന സമയത്ത് അവിടുത്തെ BOD ലെവലൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് വരുന്നതാണ് എനേറോബിക് ഡൈജഷൻ അല്ലെങ്കിൽ എനേറോബിക് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയുള്ള വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് അടുത്തത് വരുന്നത്. സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ടിടാം. അപ്പോൾ നമ്മുടെ സിലബസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ 22 ആണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്ലൈ അല്ല, കൺഫർമേഷൻ കൊടുക്കുക. ഇന്ന് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാം. നമുക്ക് കുറച്ചൊരു ടൈം പീരീഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 11ന് കൺഫർമേഷൻ ക്ലോസ് ചെയ്യും. സോ അതിന് മുമ്പ് എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുക്കുക. സിലബസ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി ഒരു സിലബസ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് അതേപോലൊക്കെ തന്നെ ചില കാര്യങ്ങൾ മാത്രമാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ആ വിട്ട് കളഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. വളരെ സിമിലർ ആയിട്ടുള്ള നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒരു സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പോർഷൻസ് കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, അങ്ങനെ എക്സ്ട്രാ ഒന്നും ആഡ് ഓൺ ആയിട്ടില്ല. സോ അതുകൊണ്ടാണ് വീണ്ടും ഒരു സിലബസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് വെറുതെ വെക്കേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ആ ഒരു ടൈം കൂടി ക്ലാസ്സസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ചെയ്തു പോകാം.
ടെലിഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻസ് ഇടാം. നിങ്ങൾക്ക് പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടാം. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോസ് ആയിട്ടും ഷോർട്ട് വീഡിയോസ് ആയിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇടാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുറേ ഫോൾഡേഴ്സിൽ നമുക്ക് ഈ മൈക്രോബയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. JSAയുടെ ടൈമിലൊക്കെ ചെയ്തതുണ്ട്, JLAയുടെ ടൈമിലുണ്ട്, ഷോർട്ട് വീഡിയോസ് ആയിട്ട്, ലോങ് വീഡിയോസ് ആയിട്ട്, പിന്നെ ARS അഗ്രികൾച്ചറൽ നെറ്റിന് വേണ്ടിയിട്ട് ചെയ്തതൊക്കെ സെയിം. കുറേ ടോപ്പിക്സൊക്കെ വളരെ സിമിലറാണ്. ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട്, കാരണം നമ്മൾ ഇതിനു മുമ്പ് ARS നെറ്റിൻ്റെ ഫോൾഡറിൽ ഇട്ടിരുന്ന 2 ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഏതോ ഒരു JSAയുടെതോ അങ്ങനെ ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുമോ അപ്പോൾ ടോപ്പിക് വൈസ് സിലബസ് ഇപ്പോൾ കയ്യിലുണ്ട് എല്ലാവരുടെയും, അത് വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു പോകും. താങ്ക് യു ഓൾ.